ഷിരൂരിൽ നിന്ന് അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്നു തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം 2 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. അതേസമയം അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായി തന്നെ കരയിലെത്തിക്കാനുള്ള ശ്രമം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതോടെ ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ലോറി ഇപ്പോൾ കരയിൽ എത്തിച്ചിട്ടുണ്ട്. ക്യാബിനുള്ളിൽ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാറ്റി പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്യും. കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായുള്ള തെരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് തെരച്ചിലിന്റെ 72ാം ദിവസത്തിലായിരുന്നു. 3ാം ഘട്ട തെരച്ചിലിൽ ആണ് ഈ നിർണായക കണ്ടെത്തലുണ്ടായത്. അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇന്നലെ വടം പൊട്ടിയ ക്രെയിൻ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോറി ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ ക്യാബിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഓർമ്മകളിലേക്കെങ്കിലും ഏട്ടനെ കിട്ടിയതിൽ ആശ്വാസമെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് പ്രതികരിക്കുകയും ചെയ്തു. ഒരു തെളിവ് പോലുമില്ലാതെ ഈ സംഭവം അവസാനിക്കുമോ എന്ന പേടിയുണ്ടായിരുന്നു. അതിനൊരു വിരാമമായി. അവസാനമായിട്ടാണെങ്കിലും ഏട്ടനെയും കൊണ്ട് നാട്ടിലേക്ക് പോകണമെന്നും അഭിജിത്ത് പറഞ്ഞു. അതേസമയം 10 ദിവസത്തിനുള്ളിൽ ഏട്ടനെ കിട്ടുമെന്ന് ഉറപ്പ് ഡ്രഡ്ജർ ഉടമ തന്നിരുന്നു എന്നാണ് അഭിജിത്ത് പറഞ്ഞത്. പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാണ് ലോറി പൊക്കിയെടുത്തത്. സങ്കടമുണ്ടെങ്കിലും ഭാവിയിലേക്ക് ഓർമ്മയ്ക്കായിട്ടാണെങ്കിലും ഏട്ടനെ കിട്ടിയെന്ന് അഭിജിത്ത് പറഞ്ഞു. ഇന്നലെ അമ്മയെ വിളിച്ചപ്പോൾ അവിടെ എല്ലാവരും ഏട്ടനായി കാത്തിരിക്കുകയാണെന്നും അഭിജിത്ത് പറഞ്ഞു. ജൂലൈ 16 മുതൽ താനിവിടെയുണ്ടെന്നാണ് അഭിജിത്ത് പറഞ്ഞത്. ഇതുവരെ ഉത്തരമില്ലായിരുന്നു. ഇതുവരെ നീണ്ടത് ദൈവത്തിന്റെ വിധിയായിരിക്കാമെന്നും അഭിജിത്ത് കൂട്ടിച്ചേർത്തു. അതേസമയം എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. അർജുൻ എവിടെ എന്ന ഉള്ളിലെ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജു പ്രതികരിച്ചത്. അവനെ അവിടെ വിട്ടുപോരാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഈ അവസരത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച ധാരാളം ആളുകളുണ്ട്. ഡ്രഡ്ജിംഗ് സാധ്യമാക്കിയ കർണാടക സർക്കാരിനോട് ഒപ്പം നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് നന്ദിയെന്നായിരുന്നു അഞ്ജുവിന്റെ ഭർത്താവ് ജിതിൻ പറഞ്ഞത്. 3ാം ഘട്ടത്തിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു. മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. എന്തായാലും DNA സാമ്പിളുകൾ എടുത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം ഇന്നോ അല്ലെങ്കിൽ നാളെയോ എത്തിച്ചേരും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. തെരച്ചിലിന്റെ 72ാം ദിവസമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിലാണ്. അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായി കരയിലെത്തിക്കാനുള്ള ദൗത്യം ഇന്നലെ വൈകിട്ടോടെ പാടെ ഉപേക്ഷിക്കുകയായിരുന്നു. മാത്രമല്ല ഇന്ന് 8 മണിയോടെ തന്നെ ഇത് പുനരാരംഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. വടം പൊട്ടിയതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. കാണാതായ 2 പേർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായുള്ള തെരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. 72 ദിവസം പ്രാർത്ഥനയോടെ നാടും നാട്ടുകാരും കുടുംബത്തിനൊപ്പം നിന്ന കാഴ്ചയായിരുന്നു കേരളത്തിന് കാണാൻ സാധിച്ചത്. അർജുന്റെ നാടായ കണ്ണാടിക്കലിലെ നാട്ടുകാർ മാത്രമല്ല, ജില്ല മുഴുവൻ അർജുന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. എല്ലാവരെയും സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഇന്നലെ വൈകിട്ടോടെ അർജുനെയും ലോറിയെയും കണ്ടെത്തിയെന്ന വിവരം പുറത്തുവന്നത്. കുടുംബത്തിന് പിന്തുണയുമായി നാനാവിഭാഗം ജനങ്ങളുമെത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമല്ല, ജാതിമത ഭേദമന്യേ എല്ലാവരും അർജുന്റെ കുടുംബത്തിന് ഒപ്പം നിന്ന കാഴ്ചയായിരുന്നു കണ്ടത്.